റംസാനയ്ക്ക് ആകാശമുട്ടെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അത്ര തന്നെ പ്രതിബന്ധങ്ങൾ. ആ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് റംസാന ആ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. തൻ്റെ 21ാമത്തെ വയസ്സിൽ ആകാശമുട്ട പറക്കാൻ റംസാനയുടെ ആ സ്വപ്ന സാഫല്യത്തിൻ്റെ കാഴ്ചകളിലേക്ക്. ആലുവ മരക്കാട്ടിക്കുഴി ജബ്ബാറിൻ്റെയും മൈമൂനയുടെയും മകൾക്ക് പറവൂർ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഒരു സ്വപ്നമുണ്ടായിരുന്നു. പൈലറ്റ് ആകണമെന്ന ആ ആഗ്രഹമറിഞ്ഞ മാതാപിതാക്കൾ ഒന്ന് ശങ്കിച്ചു. സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ വീട്ടുകാർ റംസാനയുടെ ആഗ്രഹത്തിന് കാര്യമായ പ്രോത്സാഹനം നൽകിയില്ല. +2 ശേഷം ബിരുദ പഠനത്തിന് തൃക്കാക്കര ഭാരത് മാതാ കോളേജിൽ ചേർന്നെങ്കിലും മനസ്സിലെ സ്വപ്നം കെടാതെ സൂക്ഷിച്ചു റംസാന. വീട്ടിലാദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും ഒട്ടും സമ്മതിച്ചില്ല. കാരണം ഇങ്ങനെ ഒരു ഫീൽഡ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ്, അത് നമ്മൾ വീട്ടിൽ നമുക്ക് അത്ര സ്റ്റേ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളെപ്പോഴും പുറത്തായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലേക്ക് വരാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ഒരുപാട് പേരുടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു കണ്ടീഷൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പെൺകുട്ടികളോടും ഈവൻ ആൺകുട്ടികളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് അതിനൊരു പാഷൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതിലേക്ക് ഇറങ്ങണം. കാരണം നമുക്ക് എന്തായാലും ഏതൊരു ഫീൽഡിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ചാലഞ്ചസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഓരോ ഫീൽഡിനും അതിൻ്റെതായ ഡ്രോബാക്ക് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും. സോ അതൊന്നും നോക്കാതെ നമുക്ക് നമ്മുടെ പാഷൻ എന്താണോ അത് ഫോളോ അപ്പ് ചെയ്യുക. ഇവളിങ്ങനെ ആഗ്രഹം പറഞ്ഞു +1 പഠിക്കുമ്പോഴാണ്. അപ്പം ഞാനത് പറഞ്ഞത് ബുദ്ധിമുട്ടാണല്ലോ, പൈസയൊന്നും നമുക്ക് അത്ര ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചതാണ്. പിന്നെ അവൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്ത് ആട്ടെ ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ആൾ തുടങ്ങിയത്. അപ്പം ഇവിടെ ഭാരത് മാതയിൽ പഠിക്കായിരുന്നു BSc. അപ്പോൾ കൊറോണ ടൈമും കൂടിയായിരുന്നു. ആ ടൈമിലാണ് അവൾ പോയത്. കോവിഡ് ലോക്ക്ഡൗൺ മൂലം പലപ്പോഴും ക്ലാസുകൾ ഓൺലൈനായിരുന്നു. ഇതിനിടയിൽ പൈലറ്റ് പരിശീലനത്തിന് ഇന്ത്യയിലും വിദേശത്തുമുള്ള സാധ്യതകളെക്കുറിച്ച് റംസാന മനസ്സിലാക്കി. അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയിൽ പഠിക്കാൻ തീരുമാനിച്ചത്. അവിടെ പൈലറ്റ് പഠന ചെലവ് കുറവാണ്. 2021 സൗത്ത് ആഫ്രിക്കയിൽ പഠിക്കാൻ പോയ റംസാനയ്ക്ക് 2023 ഡിസംബറിലാണ് സൗത്ത് ആഫ്രിക്കൻ സിവിൽ ഏവിയേഷൻ സർട്ടിഫൈഡ് കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിച്ചത്. എന്നാൽ ഇന്ത്യൻ രജിസ്ട്രേഷൻ വിമാനം പറത്താൻ നാട്ടിലെ ലൈസൻസ് വേണം. ഇതിനായി അമൃത്സറിൽ പരിശീലനം നടത്തി ലൈസൻസിനായി പരീക്ഷകൾ എഴുതി. തുടർന്ന് കഴിഞ്ഞ മാസം അവസാനം റംസാനയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്ന് കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിച്ചു. ആദ്യത്തെ എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഞാനൊരു ഇൻട്രോ ഫ്ലൈറ്റിനാണ് പോയത്. അപ്പോൾ നമ്മുടെ ആകാശമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചിട്ടുള്ള ഒരു ഫ്ലൈറ്റാണത്. അതിൽ എനിക്ക് ഞങ്ങൾ കുറച്ച് ഡാമിൻ്റെ മുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് ഫ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ബട്ട് അതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് എൻ്റെ സോളോ എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റ് തന്നെ പറപ്പിക്കാനായിട്ടുള്ളൊരു നമുക്കൊരു സർട്ടിഫിക്കേഷൻ തരുന്നതാണ് സോളോ എന്ന് പറയുന്നത്. സോളോ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ പോയി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഫ്ലൈ ചെയ്തു. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ കൂടെ ഒരു ഇൻസ്ട്രക്ടറോ വേറെ ആരും തന്നെ ഇല്ല. അപ്പോൾ തന്നെ ഒരു എയർക്രാഫ്റ്റ് ഹാൻഡിൽ ചെയ്യുക, അതേപോലെ തന്നെ ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ആഫ്രിക്കയിലെ പരിശീലനത്തിൽ മൾട്ടി എഞ്ചിൻ അടക്കം വിമാനങ്ങൾ 243 മണിക്കൂർ പറത്തിയ ശേഷമാണ് സൗത്ത് ആഫ്രിക്കൻ സിവിൽ ഏവിയേഷൻ സർട്ടിഫൈഡ് ലൈസൻസ് കരസ്ഥമാക്കിയത്. ആലുവ MLA അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ റംസാനയെ അനുമോദിച്ചു. ഇനി നാട്ടിൽ യാത്രാവിമാനം പറത്താനുള്ള ചുവടുവയ്പ്പിലാണ് റംസാന. റംസാനയുടെ മൂത്ത സഹോദരി റസീന ടി-ഫാം പഠനം പൂർത്തിയാക്കി സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. ഇളയ സഹോദരി റിഫാന ഫാഷൻ ഡിസൈനറാണ്. സ്വപ്ന സാഫല്യത്തിൽ തൊട്ട റംസാനയുടെ ചിറകുകൾക്ക് ഊർജ്ജം പകർന്ന് കുടുംബം ഇപ്പോൾ കൂടെയുണ്ട്. പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിന്ന് ജീവിതം കരിപ്പിടിപ്പിക്കുന്ന സന്തോഷത്തിലാണ് ജബ്ബാറും മൈമൂനയും. ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മോൾ അത്ര എത്തിയല്ലോ. ഓരോ പൈലറ്റ്മാർ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ ഭയങ്കര അവരെ ഒരു പ്രത്യേക ഒരു ഇതിലാണ് നോക്കണത്. അപ്പം എൻ്റെ മോൾ അതുപോലെ എത്തി എന്നുള്ളപ്പം അതിലേറെ സന്തോഷം.